അപ്പോൾ ഇതാ രാവിലെ നനയ്ക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയിലേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഞാനിതാ പറമ്പിന് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഉച്ചയിലേക്ക് വെക്കാനുള്ള കറിക്കുള്ളതൊക്കെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു ബ്രൊക്കോളി ഉണ്ടായി കഴിഞ്ഞതാട്ടോ, അതുമ്പോൾ വീണ്ടും ചില്ലകൾ വന്നിട്ടുണ്ടായി കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വിയറ്റ്നാം ഇറലി കേട്ടോ, ഇതിപ്പോൾ ഇതൊക്കെ ഇരട്ടച്ചക്കയാണ് കേട്ടോ, പഴുത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ചക്ക എരിശ്ശേരി വയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ പ്ലാവെന്ന് ഒരു ചക്ക ഷാഡിലേക്ക് വലിച്ചിട്ട് തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം ഇറലിമത്തെ ചക്ക പഴുത്തതായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇതാ വെട്ടി. നല്ല മണ്ണാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ചക്ക. അങ്ങനത്തെ ചോളയൊക്കെ പറിച്ചു. അപ്പോൾ ഷായിട്ടിന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് ലീവായിരുന്നു. അപ്പോൾ പറമ്പിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചോള പറിച്ചത് കൊണ്ട് നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ഷായിട്ടിന് അവിടെ നിന്നിട്ട് ചക്കയൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കരിശ്ശേരി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ചക്കയാണ് കേട്ടോ, വറക്കാനൊക്കെ പറ്റിയ അടിപൊളി ചക്കയാണ്. അപ്പോൾ ഇതാ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ചക്കരിശ്ശേരി വെക്കാനായിട്ട് അടുപ്പിലേക്ക് കലം കയറ്റി കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കാലത്തിൽ വെന്ത് കിട്ടുന്ന എന്ത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഷായിട്ട് വീണ്ടും പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ചോളം നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് ഞാനിത് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 1.5 അടി അകലത്തിലായിട്ട് നമ്മൾ ചോളം നട്ടെടുക്കുക. പിന്നെ മുള വന്നതിന് ശേഷമായിട്ട് നമ്മൾ നടുക. അപ്പോൾ ഷായിട്ടിന് അവിടെ കളിക്കേണ്ട കാരണം ഞാൻ പറയാട്ടോ. കളിക്കേണ്ട കാരണമല്ല, കളയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഇപ്പോൾ നോക്കിയേ, നമ്മൾ കളയ്ക്കുമ്പോൾ ഈ മേൽമണ്ണ് കണ്ട, മേൽമണ്ണ് അടിയിൽ പോവും, അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് ആക്കി എടുക്കും. അതാണ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ ആ മണ്ണിനെ തന്നെ കളച്ച് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അത് കളച്ച് അടിയിലേക്ക് ആ മണ്ണ് പോയിട്ട് അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് വരണം. അപ്പോഴാണ് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വളർച്ച വരിക. അപ്പോൾ അതായത് എപ്പോഴും പുതിയ പുതിയ മണ്ണ് കിട്ടണ പോലെ തോന്നും ചെടികൾക്ക്. ഇങ്ങനെ ആകുമ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ പറയും നമുക്ക് വെക്കണേ, നമ്മൾ എന്തെങ്കിലും നടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടണതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മണ്ണിളക്കാണ്. അവിടുത്തെ മണ്ണിളക്കം നോക്കിയേ, എത്രയില്ലേ ഈ ഗ്യാസ് താന്നു പോയി. അത്ര രസമായിട്ടുള്ള മണ്ണായി മാറിയത്. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ വിളവിൻ്റെ, അതായത് നമ്മൾ പച്ചക്കറി വില നടുമല്ലോ, അപ്പോൾ അതിൽ 80% ഈ മണ്ണിളക്കത്തിൽ കഴിഞ്ഞു. ബാക്കിയുള്ളതാണ് 100%. ബാക്കിയുള്ളതാണ് നമ്മുടെ നനി പിന്നീട് നമ്മൾ നോക്കണ കാര്യങ്ങൾ വരുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ ഇനി കുമ്മായി ഇട്ടിട്ട് ഒരാഴ്ച ഇടും. ഇത് കുമ്മായം വിതറി ഒന്ന് കൊത്തിയിളക്കി ഒരാഴ്ച കിടക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നടുമ്പോൾ എല്ലുപൊടി, സ്മിത നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞോണം ഒരുവിധം 3/4 ഭാഗം ആ ചെടികൾക്ക് കിട്ടേണ്ടത് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നീറ്റിയിട്ടാട്ടോ നമ്മൾ കുമ്മായി ആക്കുക. എന്നിട്ട് ദശമായിട്ട് ഇതേപോലെ നന്നായിട്ട് കൊത്തിയിളക്കിയിട്ട് കണ്ട ഇതേപോലെ ആക്കിയിടും. ഒരാഴ്ച അങ്ങനെ തന്നെ ഇടും കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. നമ്മുടെ ചക്കരിശ്ശേരിയും ബ്രൊക്കോളിയും കൊണ്ടുള്ളൊരു തോരനും നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ളൊരു ജ്യൂസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.